സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് പദ്ധതിയുടെ ഭാഗമായുള്ള SPC ദിനാഘോഷം ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. SPC കാഡറ്റുകൾ അണിനിരന്ന പരേഡ് ചടങ്ങിനെ ശ്രദ്ധേയമാക്കി. ഞായറാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ സംസ്ഥാന യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രി OJ ജനീഷ് SPC കേഡറ്റുകൾ പങ്കെടുത്ത സെറിമോണിയൽ പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ചു. തുടർന്ന് അദ്ദേഹം പതാക ഉയർത്തൽ നിർവഹിച്ചു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദീം തൂഫാൻ ബാഡ്ജ് മന്ത്രിക്ക് നൽകി. നവീകരിച്ച SPC ഓഫീസിന്റെ ഉദ്ഘാടനം ജില്ലാ പോലീസ് മേധാവി നിർവഹിച്ചു. അഡീഷണൽ SP VI കൃഷ്ണദാസ് സെറിമോണിയൽ പരേഡിന് മേൽനോട്ടം വഹിച്ചു. ഗീത ഗോപി MLA, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീൽ ആമീർ, ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ്, ജില്ലാ പഞ്ചായത്ത് അംഗം CK വിനോദ്, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിനി പ്രദീപ്, വാർഡ് മെമ്പർ ജയശ്രീ ഷാജൻ, PTA പ്രസിഡന്റ് MS അലക്സി, MPTA പ്രസിഡന്റ് സജിത, SMC ചെയർമാൻ CA ഷമീർ, SPC PTA പ്രസിഡന്റ് CA രാജു, സ്കൂൾ പ്രിൻസിപ്പൽ പ്രീതി വോഗീസ്, പ്രധാനാധ്യാപിക K ജില്ലി ജോസ്, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ ബബ്ലി ഗിരിജൻ, OSA പ്രസിഡന്റ് ഷംനാസ് ഇബ്രാഹിം എന്നിവർ മുഖ്യാതിഥികളായി. തൃശൂർ റൂറൽ ജില്ലയിൽ നിന്നുള്ള 14 പ്ലാറ്റൂണുകളിലായി 420 കേഡറ്റുകൾ സെറിമോണിയൽ പരേഡിൽ പങ്കെടുത്തു. 7 ആൺകുട്ടികളുടെ പ്ലാറ്റൂണുകളും പെൺകുട്ടികളുടെ 7 പ്ലാറ്റൂണുകളും മതിലകം അവർ ലേഡി ഓഫ് ഫാത്തിമ ഗേൾസ് സ്കൂളിലെ പെൺകുട്ടികളുടെ ഒരു ബാൻഡ് പ്ലാറ്റൂണും പരേഡിൽ പങ്കെടുത്തു. ആൺകുട്ടികളുടെ വിഭാഗം പരേഡിൽ മികച്ച പ്ലാറ്റൂണിനുള്ള 1ാം സ്ഥാനം എടതിരിഞ്ഞി HDP സമാജം ഹയർ സെക്കൻഡറി സ്കൂൾ നേടി. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കുറ്റിക്കാട് സെയിന്റ് സെബാസ്റ്റ്യൻസ് സ്കൂളിനാണ് 1ാം സ്ഥാനം. മതിലകം അവർ ലേഡി ഓഫ് ഫാത്തിമ ഗേൾസ് ഹൈസ്കൂൾ നയിച്ച ബാൻഡ് പ്ലാറ്റൂണിന് ചടങ്ങിൽ പ്രത്യേക പുരസ്കാരം സമ്മാനിച്ചു. നിങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു പരിശീലനം ലഭിച്ച ഈ അവസരം അത് വളരെ മനോഹരമായി തന്നെ നിങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നാളുകളിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ആംഡ് ഫോഴ്സുകളിലേക്ക് ഭാഗമായി മാറുവാനുള്ള ഒരു പ്രചോദനമായി മാറുവാനും അതുപോലെ സമൂഹത്തിൽ നിന്ന് ലഹരിയുടെയും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും എല്ലാം തന്നെ ഒരു വലിയ പ്രചരണവും വ്യാപനവും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് വിദ്യാർത്ഥികൾക്കിടയിൽ അതിനെതിരെ ഒരു ബോധവൽക്കരണത്തിലേക്ക് ഭാഗമായി പ്രവർത്തിക്കുവാനും വളരെ ക്വാളിഫൈഡായി നിങ്ങളുടെ ജീവിതത്തെ തന്നെ ക്രമീകരിക്കാനും ഒക്കെ കഴിയുന്ന ഒരു പരിശീലനം നിങ്ങൾക്ക് SPCയുടെ ഭാഗമായി ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. 2010 ആരംഭിച്ച ഈ ഒരു പ്രവർത്തനം കഴിഞ്ഞ 16 വർഷക്കാലമായി വളരെ സജീവമായി നമ്മുടെ സംസ്ഥാനത്തിനകത്ത് മുന്നോട്ട് പോകുന്നു. ഇന്ന് 900-ലധികം വരുന്ന സ്കൂളുകളിൽ ഇതിൻ്റെ ഭാഗമായ SPC യൂണിറ്റിൽ പ്രവർത്തിക്കുന്നു. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ SPCയുടെ ഭാഗമായ പരിശീലനം ലഭിച്ചുകൊണ്ട് സ്കൂളിൽ നിന്ന് മുന്നോട്ട് പോകുന്നു. SPC അലുമിനി പോലും ഇന്ന് വളരെ കാര്യക്ഷമമായി തന്നെ നമ്മുടെ സ്കൂളുകൾക്കകത്ത് പുറത്തൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും SPC എന്ന ഈ ആശയം നടപ്പിലാക്കിയെടുത്തതിലും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും കേരളത്തിലെ വിദ്യാർത്ഥികൾക്കിടയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആംഡ് ഫോഴ്സുകളിലേക്ക് ഭാഗമായി മാറുവാനും ജീവിതത്തിലൊരു ക്രമീകരണം ഉണ്ടാകുവാനും ഒക്കെയുള്ള ഒരു പ്രവർത്തനത്തിന് ഏറ്റവും ഗുണകരമായ ഒന്നായി മാറുന്നുണ്ട്. നിലവിൽ നിരവധിയായ പ്രവർത്തനങ്ങൾ SPC കേഡറ്റുകൾ നടത്തി വരുന്ന കാര്യങ്ങൾ കൂടിയുണ്ട്. സ്കൂളുകൾക്ക് മുമ്പിൽ ട്രാഫിക് നിയന്ത്രണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെ സജീവമായി തന്നെ SPCയുടെ നേതൃത്വത്തിൽ